ഹായ് ഹായ്, വെൽക്കം ടു വണ്ടർസ്കേപ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൗണൊക്കെ കുറേശ്ശെ ഈസ് ഔട്ട് ആവുകയാണ് എല്ലാ സ്ഥലത്തും. ഇവിടെയും അതേപോലെ തന്നെയാണ്. കുറേശ്ശെ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ലിവർപൂൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്. എക്സസൈസും ചെറിയൊരു ചേഞ്ച് ഓഫ് ഇതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വ്ളോഗ് അതിനെക്കുറിച്ചൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരു വീക്കെൻഡിൽ യോർക്ക്ഷയറിലെ യോർക്ക് എന്ന് പറഞ്ഞ സിറ്റിയിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇനി അടുത്ത ഒരു 3-4 എപ്പിസോഡ്സ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. യോർക്ക് എന്ന് പറഞ്ഞാൽ UK സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. റോമൻസ്, വൈക്കിങ്സ് ഒക്കെ വന്ന് അവരുടേതായ ആധിപത്യം സ്ഥാപിച്ച സ്ഥലമാണ് യോർക്ക്. അപ്പോൾ അതിനോടായിട്ടുള്ള കുറേ ഹിസ്റ്ററിയും അതേമാതിരി കൾച്ചർ ഒക്കെ അവിടെ നമുക്ക് കാണാം. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇനി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, വെൽ മെയിൻറ്റെയിൻഡ് സിറ്റിയാണ്. പിന്നെ യോർക്ക്ഷയർ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുള്ള ഭൂപ്രദേശമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇനി അടുത്ത കുറച്ച് എപ്പിസോഡ്സിൽ നിങ്ങൾക്കായി കൊണ്ടുവരാൻ പോണത്. അപ്പോൾ എക്സ്പ്ലോർ യോർക്ക്. യെസ്. അങ്ങനെ നമ്മൾ നമ്മുടെ യോർക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ലിവർപൂളിൽ നിന്ന് ഏകദേശം 110 മൈലാണ് ഉള്ളത് യോർക്കിലേക്ക്. മോട്ടോർ വേ കൂടെ ലീഡ്സിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോവുക. ഓൾമോസ്റ്റ് 2-2.25 മണിക്കൂർ എടുക്കും. നമ്മൾ ഏകദേശം യോർക്കിൽ എത്തിയിരിക്കണു. ടൗണിൻ്റെ ഔട്ട്സ്കേർട്സിലെത്തി. സിറ്റി സെൻട്രലിലേക്ക് അടുക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് സിറ്റി വാൾസ് ആണ്. നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്ത് വൈകുന്നേരമാവും ചെക്ക് ഇൻ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു വാക്കിംഗ് ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സിറ്റിയുടെ ഒരു ഏകദേശ രൂപം കിട്ടും അങ്ങനെ ആ വാക്കിംഗ് ടൂറിന് പോയാൽ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തപ്പോൾ ആ ടൂറിൻ്റെ ഗൈഡിനെ തിരഞ്ഞു പോവാണ്. ഒരു സ്ഥലത്ത് അയാളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് പോവാണ്. വാക്കിംഗ് ടൂറിൽ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് യോർക്ക് മ്യൂസിയം ഗാർഡനിലേക്കാണെന്ന് പറഞ്ഞത് ഗൈഡ്. നമ്മളവിടെ എത്തി. അവിടുത്തെ പ്രധാന ആകർഷണം ഈ മ്യൂസിയം തന്നെയാണ്. യോർക്കിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യണത്. മ്യൂസിയത്തിൻ്റെ മുമ്പിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഗാർഡൻ, നിറച്ച് മരങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഇതാവാനും ഒക്കെ പിക്നിക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് തോന്നുന്നുണ്ട് അവിടെ. ഈ മ്യൂസിയം ഗാർഡൻസിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് പഴയകാല റോമൻ അവശിഷ്ടങ്ങൾ. അത് ഒരു AD 70 പണിതാണ് എന്നാണ് പറഞ്ഞത്. മൾട്ടാങ്കുലർ ടവർ എന്നാണ് ഈ സ്ട്രക്ചറിന് പേര്. അതിപ്പോൾ ഏകദേശം നശിച്ച നിലയിലാണ്, നമുക്ക് കാണാണ്ടല്ലോ. അവിടെ ആ ചുവന്ന നിറത്തിലൊരു വരിയായിട്ട് ഇഷ്ടികകൾ കാണാല്ലേ, അതിൻ്റെ താഴത്തുള്ള ഭാഗമാണ് ഇത്ര ശരിക്കും അന്നത്തെ കാലത്തെ റോമൻ റിമെയിൻസ്. ആ ചുവന്ന നിറത്തിലുള്ള ഇഷ്ടികയുടെ മുകളിലുള്ളതൊക്കെ പിന്നീട് വന്ന ആൾക്കാർ പണിതതാണ്. എന്തായാലും ഏകദേശം 2000 കൊല്ലം പഴക്കമുള്ള ഓരോ സ്ട്രക്ചേഴ്സാണ് നമ്മൾ കാണുന്നത്. അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ വെച്ചാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഈ മ്യൂസിയം ഗാർഡൻസിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് ഒരു പള്ളിയുടെ പോലെ ഒരു റൂയിൻസ് ഉണ്ട് ഈ കാണുന്നത്. അത് സെൻറ്റ് മേരീസ് അബി ആയിരുന്നു പണ്ട്. കുറേ ആബട്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഹെൻറി 8 വന്നപ്പോൾ പോപ്പിൻ്റെ അധീനതയിൽ നിന്ന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ മാറ്റിയപ്പോൾ ഈ പള്ളികളൊക്കെ നശിപ്പിക്കുകയും അതിൻ്റെ സ്വത്തുകളൊക്കെ അദ്ദേഹം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പള്ളി നശിപ്പിക്കപ്പെട്ടതെന്ന്. എന്തായാലും ഇപ്പോൾ ബാക്കി ഈ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അന്ന് ശരിക്കും എന്തായിരുന്നുണ്ടാവും ഇതിൻ്റെ ഒരു ഭംഗി. യോർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം സിറ്റി വാൾ വാക്ക് തന്നെയാണ്.
ഇവിടെ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ല അത്. അപ്പോൾ ഈ സിറ്റി വാൾസ് ഉണ്ടാക്കിയത് റോമൻസ് ആണ്. AD 70 അവരിവിടെ വന്ന് യോർക്ക് അവരുടെ ഒരു സിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ഒക്കെ ചെയ്തത്. പിന്നെ നഗരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നഗരത്തിൻ്റെ ചുറ്റുമതിലൊക്കെ കെട്ടി അതിനെ ശക്തിപ്പെടുത്തിയത്. അപ്പോൾ ആ വാൾസ് കാണാനാണ് നമ്മൾ പോണത്. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ കാണുന്ന വാൾസ് ഒറിജിനൽ റോമൻ വാൾസ് അല്ല, പിന്നീട് വന്ന ആൾക്കാർ ഒക്കെ പണിതുണ്ടാക്കിയ വാൾസാണ്. ഈ സിറ്റി വാൾസ് അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. 3 കിലോമീറ്ററിലധികം നീളമുണ്ട് ഈ വാൾസ്. മുഴുവൻ കവർ ചെയ്യാൻ 2 മണിക്കൂറൊക്കെ എടുക്കും സമയം. പിന്നെ അതിൽ പ്രധാനമായിട്ടും 4 ഗേറ്റുകളാണുള്ളത്. ഈ വാളിൻ്റെ മുകളിലേക്ക് കയറാൻ ഈ ഏതെങ്കിലും ഗേറ്റ്സിൻ്റെ സൈഡിലാണ് സ്റ്റേഴ്സ് ഉള്ളത്. അതിപ്പോൾ ഏതെന്നാണ് വെച്ചാലും നമുക്ക് കയറാം. ഇന്നതെന്നേ കയറാവൂ എന്നൊന്നുമില്ല. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോവാം. വാക്ക് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. നമുക്ക് സിറ്റിയെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാമല്ലോ. താഴേന്ന് കാണുന്ന പോലെയല്ലോ, മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക വ്യൂ തന്നെയാണ്. വലിയ വീതിയൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ മുകളിലുള്ള വാക്ക് വേ. കഷ്ടി 2 ആൾക്ക് ഒന്നിച്ച് നടക്കാം. ഒരാൾക്ക് തന്നെ സുഖമായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഇടയിൽ സ്റ്റെപ്സ് ഉണ്ട്, കയറി ഇറങ്ങാം. പിന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ ബാൽക്കണി പോലെ ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് നോക്കാം. വ്യൂ നല്ലതാണ്. പുറത്തേക്കുള്ള വ്യൂ ഇതങ്ങനെ കൊത്തളങ്ങളിൽ നോക്കിയാൽ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണാം. പണ്ടൊക്കെ ഒരു പക്ഷേ സൈനികരൊക്കെ അവിടെ അങ്ങനെ ഒളിച്ചിരുന്ന് ശത്രുക്കൾ വരുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അയാൾ പറഞ്ഞു തരുന്നുണ്ട്. പണ്ട് ഇവിടെ കിടങ്ങുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്തെ. ഇപ്പോൾ പക്ഷെ കിടങ്ങൊന്നുമില്ല. അവിടെയൊക്കെ പൂക്കളും ഒക്കെ കൃഷി ചെയ്യണം. പിന്നെ ഈ കോട്ടമതിൽ പോലെയുള്ള ഇടത്തുനിന്ന് പുറത്തേക്കുള്ള വ്യൂ നല്ലതാണ്. പിന്നെ വാൾസിൻ്റെ മുകളിൽ നിന്ന് ഈ യോർക്കിലെ പല ബിൽഡിങ്സും നമുക്ക് കാണാം. എസ്പെഷ്യലി വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് അട്രാക്ഷൻസ് യോർക്ക് മിനിസ്റ്ററിൻ്റെ വ്യൂ ഇവിടുന്ന് അടിപൊളിയാണ്. രസമായിട്ട് കാണാം. പിന്നെ ഒരു 2 മതിലുകളുടെ ഇടയിൽ കൂടെ പോണ ഒരു ഫീലാട്ടോ അത് കൂടെ നടക്കുമ്പോൾ. ചില ഭാഗത്തൊന്നും നമുക്ക് കാഴ്ച അങ്ങനെ ദൂരെ കാഴ്ച ഇല്ല. ഇങ്ങനെ ഇടുങ്ങിയൊരു മതിലിൻ്റെ ഇടയിൽ കൂടെ ഒരു തെരുവ് കൂടെ ഒക്കെ പോണ പോലെയൊക്കെ തോന്നും. പക്ഷെ പല സ്ഥലത്തും നല്ല വ്യൂ ആണ്. നമുക്കിവിടെ ഇറങ്ങാം. ഒരു ഗേറ്റിലെത്തി നമ്മൾ ഇറങ്ങി നോക്കാം. ഈ വാതിലൊക്കെ നോക്കൂ, പഴയ വാതിൽ. അപ്പം നമ്മൾ താഴെ എത്തി. ഇതൊരു ഗേറ്റാണ്. പണ്ട് ഇവിടെ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ യോർക്കിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഇവിടെ നിർത്തി കാവൽക്കാരൊക്കെ ശത്രുക്കളല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാവും കടത്തി വിടുക. ടോൾസ്, ടാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇവിടെ അത്ര പിരിക്കുക. പഴയ ഒരു ഇത് കാണുമ്പോഴത്തെ ആ ഒരു രസമുണ്ടല്ലോ. സിറ്റി വാൾ നമ്മൾ ഫുള്ളൊന്നും കണ്ടില്ല, കാരണം കുറേ സമയം എടുക്കും. അത്രയ്ക്കൊന്നും സമയം ഇപ്പോൾ ഇല്ല നമുക്ക്. പിന്നെ അയാൾ നമ്മളെ കൊണ്ടുപോകുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്. സിറ്റി സെൻറ്ററിൽ പഴയ മാർക്കറ്റ് ഉണ്ട്, ഷാംബിൾസ് എന്നുള്ള പേരായിട്ട്. ഷാംബിൾസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പിക്ചറസ്ക് സ്ട്രീറ്റ്സ് ഇൻ ദ കൺട്രി എന്നാണ്. കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും ഭംഗിയുള്ള സ്ട്രീറ്റിനുള്ള. ഒരു ഓൾഡ് വേൾഡ് ചാമുണ്ട് കേട്ടോ. പഴയ കുറേ ടിമ്പർ ഹൗസസ്, സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 14ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ബിൽഡിങ്സാണ് കുറേ എണ്ണം ഇവിടെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആൾക്കാർ അത് കാണാൻ വേണ്ടി ഇവിടെ വരും, പഴമ കാണാൻ. ഷാംബിൾസിൽ പണ്ട് അറവുശാലകളായിരുന്നു, അങ്ങനത്തെ കടകളായിരുന്നു ഏറ്റവും അധികം. ഇപ്പോഴും അതെ, ഇവിടെ പല കടകളുടെ മുമ്പിലും ഇങ്ങനെ ഹുക്കുകൾ നമുക്ക് കാണാം. പണ്ട് മാംസം തൂക്കിയിട്ടിരുന്ന അതിൻ്റെ റെമനൻസ് പോലെ. ഷാംബിൾസ് അങ്ങനെ ഒരു ഓൾഡ് വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇപ്പോഴും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, എസ്പെഷ്യലി ഹാരി പോട്ടർ സിനിമകൾ റിലീസായതിനു ശേഷം
ഷാമ്പിൾസിൽ കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റ് വരണതിന് വേറൊരു കാരണം എന്താ വെച്ചാൽ ഡയഗൺ അലിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡയഗൺ അലിയിൽ എത്തിയോ തോന്നും. അത്രയും ആ ഒരു സാമ്യത തോന്നുന്നുണ്ട്. അങ്ങനെ ഹാരി പോട്ടർ കണക്ഷൻ ഇവിടെ കുറേ കാണാം. മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ് എന്ന് വേണം പറയാൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ JK റോളിംഗ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഷാമ്പിൾസിനെ വിസിട്ടൊന്നുമല്ല ഡയഗൺ അലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് അവരിവിടെ വന്നിട്ടേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഹാരി പോട്ടർ ഫാൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സംശയമൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ ആ ഒരു ഇവിടെ എത്തിയ ഒരു ഫീൽ ഉണ്ട്. ഷോപ്സ് കണ്ടില്ലേ, ദ ബോയ് വിസാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇത് വെച്ചിട്ട് അവർ നല്ലോണം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ക്വിഡിച്ചിൻ്റെ അത് കാണാണ്ട് അങ്ങനെ ഹാരി പോട്ടർ റെഫറൻസ് ആണ് എവിടെ നോക്കിയാലും ഈ ഒരു ഭാഗത്ത്. ദ ഷോപ്പ് ദാറ്റ് മസ്റ്റ് നോട്ട് ബി നെയിംഡ്. ഹാരി പോട്ടർ സ്റ്റൈലിൽ, യുണീക്ക് സ്റ്റൈലിലാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. പാർക്ക് യുവർ ബ്രൂം, അടിപൊളി. പിന്നെ യോർക്കിൽ വന്ന മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് യോർക്ക്സ് ചോക്ലേറ്റ് സ്റ്റോറി. ചോക്ലേറ്റിന് ഭയങ്കര ഫേമസ് ആണ് യോർക്ക്. ഇവിടെ ഇങ്ങനെ ചോക്ലേറ്റ് മ്യൂസിയം ഒക്കെ ഉണ്ട്. നമുക്ക് പക്ഷേ ടൈമില്ല, പിന്നെ പ്രീ ബുക്കൊന്നും ചെയ്യാതെയാണ് ഞങ്ങൾ വന്നത്. എന്തൊക്കെയാണ് നടക്കുകയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. ചോക്ലേറ്റ് പ്രേമിയാണെച്ചാലും തൽക്കാലം പുറത്തുനിന്ന് കണ്ട് സന്തോഷിക്കാനേ പറ്റുള്ളൂ. യോർക്കിന് വൈക്കിങ്സുമായിട്ടും നല്ല കണക്ഷനാണ് കേട്ടോ. കാരണം റോമൻസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വൈക്കിങ്സാണ് യോർക്കിൽ വന്ന് ആധിപത്യം സ്ഥാപിച്ചത്. അപ്പോൾ ഈ യോർവിക് മ്യൂസിയം വൺ ഓഫ് ദ മസ്റ്റ് സീസ് ആണ് യോർക്കിൽ. ഞങ്ങൾ പക്ഷേ ഒന്ന് മുഴുവൻ ഉറപ്പില്ലാത്തതുകൊണ്ട്, ഞങ്ങളുടെ പ്ലാൻസ് ഒന്നും അത്ര ഫൈനലാവാത്തതുകൊണ്ട് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. പ്രീ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല. നിങ്ങൾ പക്ഷേ ഇവിടെ വരികയാണെന്ന് വെച്ചാൽ മിസ് ചെയ്യരുത് കേട്ടോ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് ക്ലിഫോർഡ് ടവർ. ഇത് പണ്ടത്തെ യോർക്ക് കാസലിൻ്റെ ഒരു അവശിഷ്ടമാണ്. യോർക്ക് കാസിൽ വലിയൊരു കാസിലായിരുന്നു, പക്ഷെ അതൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ അത് മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെയും അകത്തേക്കൊക്കെ പോവാം. മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ്. നമ്മൾ സമയക്കുറവ് കാരണം അകത്തേക്ക് പോകണില്ല. ക്ലിഫോർഡ് ടവറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കുറേ ബിൽഡിങ്സ് കാണാം. അവിടെ പണ്ട് കാസിൽ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ തന്നെ ഉണ്ട്. യോർക്ക് കാസിൽ മ്യൂസിയം ആണത്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ പ്രിസണോ അങ്ങനെ എന്തൊക്കെയോ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സെറ്റിംഗ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ യോർക്ക് മിൻസ്റ്റർ ആണ്. അവിടേക്ക് പോവാണ്. ഈ ബിൽഡിംഗ് കണ്ടോ, ഇതാണ് ഗൈ ഫോക്സ് ഇൻ. ഇവിടെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫേമസ് പീപ്പിൾ ഇൻ ബ്രിട്ടീഷ് ഹിസ്റ്ററി ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഗൈ ഫോക്സ്, ദ പേഴ്സൺ ഹു ട്രൈ ടു ബ്ലോ അപ്പ് ദ പാർലമെൻറ്റ്. അപ്പോൾ അതും ഒരു യോർക്കുകാരനാണ്. അപ്പോൾ നമ്മളുടെ വാക്കിംഗ് ടൂർ ഏകദേശം കഴിഞ്ഞു. നമ്മളിതാ യോർക്ക് മിനിസ്റ്ററിൻ്റെ അടുത്തെത്തി. കാണാല്ലേ, അതാണ് യോർക്ക് മിനിസ്റ്റർ. എന്ത് രസാല ബിൽഡിംഗ് കാണാൻ. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യോർക്കിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചതൊക്കെ. ഇനിയും കാഴ്ചകൾ കുറേ ഉണ്ട് കാണാൻ. അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കുക. അടുത്തതാണ് ഞങ്ങൾ യോർക്ക് മിൻസ്റ്ററിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വരിക. അതുവരെ ടേക്ക് കെയർ, stay safe, bye bye.